എല്ലാവർക്കും PRS കിച്ചൻ്റെ ക്രിസ്തുമസ് ആശംസകൾ. നമ്മൾ ക്രിസ്തുമസ് ആയിട്ട് ഇപ്രാവശ്യം അധികം കേക്കുകളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കഴിഞ്ഞ വർഷം ഒത്തിരി കേക്കുകൾ ഉണ്ടാക്കി. നമ്മൾ ഉണ്ടാക്കാത്ത കേക്കുകൾ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റും ആയിട്ടുള്ള കേക്കുകളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതൊക്കെ ഒന്ന് കണ്ട് അതെല്ലാം ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു ബട്ടർ ചിക്കനാണ് തയ്യാറാക്കുന്നത്. അത് വളരെ ഈസിയാണ്, ടേസ്റ്റുമാണ്. സവാളയുടെ വില ഇത്ര അധികം വർദ്ധിച്ച സാഹചര്യത്തിൽ ഒരു കൊച്ചു സവാള വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ടേസ്റ്റി ബട്ടർ ചിക്കൻ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈരാണ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് രണ്ടും കൂടെ 1 സ്പൂൺ. ഇനി നമുക്ക് മസാലകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, കസൂരിമേഥി ആവശ്യത്തിന്, നല്ല ജീരകം 1 നുള്ള്, ഉലുവാപ്പൊടി 1 നുള്ള്, ഗരം മസാല 1/2 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കനാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് ചിക്കൻ എല്ലില്ലാത്ത ചിക്കനാണ് നല്ലത്. അതിപ്പോൾ നമുക്ക് ഞാനിപ്പോൾ എല്ലുള്ള ചിക്കൻ വാങ്ങിയിട്ട് അതിൽ നിന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ ഇത്തിരി തിക്ക് കുറച്ചിട്ട് എടുക്കണതായിരിക്കും കൂടുതൽ നന്നാവുക. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തിക്നെസ് കുറയുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ ഇതിൽ മസാലയൊക്കെ പിടിക്കാനായിട്ട് വളരെ നന്നായിരിക്കും. അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മസാലകളും ഇതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലൈം ജ്യൂസും അതുപോലെ തന്നെ തൈരും ആഡ് ചെയ്യണം. പിന്നെ കസൂരിമേഥി ഇത്ര അധികം ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കയ്യിൻ്റെ അടിയിൽ വെച്ച് നന്നായി തിരുമ്മിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പം കസൂരിമേഥി വീട്ടിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ട് ട്രൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ ദയവായി അതൊന്ന് കാണണം. നമ്മൾ 250 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കനിലേക്ക് നമ്മളിപ്പോൾ മസാലകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ തൈര്, പിന്നെ ലെമൺ ജ്യൂസ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഇടാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പ് മതി. കാരണം നമ്മൾ ചിലപ്പോൾ ഉപ്പുള്ള ബട്ടറാണ് ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ഉപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരനക്കം ഉപ്പ് കുറഞ്ഞാലും ഉപ്പ് കൂടരുത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം ഇതിങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് എനിക്ക് ചെയ്യുകയാണെന്നെങ്കിൽ ഇത് നന്നായി അടിപൊളിയായിട്ടിരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് ഇതൊക്കെ പുരട്ടി കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു സവോള, പിന്നെ ഒരു തക്കാളിയുടെ പകുതി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, പിന്നെ മസാലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തല്ലോ അതേപോലെ തന്നെ സെയിം അളവ് അതേ മസാലകൾ. അതിൽ മഞ്ഞൾപ്പൊടി വേണ്ട കേട്ടോ. മഞ്ഞൾപ്പൊടിക്ക് പകരം ഞാൻ 1/2 സ്പൂണ് മല്ലിപ്പൊടി കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറും പിന്നെ ഫ്രഷ് ക്രീം, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ്. ഞാൻ ഫ്രഷ് ക്രീമിന് പകരം അണ്ടിപ്പരിപ്പാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ബട്ടർ 100 ഗ്രാം ആയാലും മതി, പക്ഷേ ഒരു 150 ഗ്രാമൊക്കെ ആണെങ്കിൽ ഇത്രയും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ ചിക്കൻ രാത്രി വെച്ചിട്ട് ഞാൻ കാലത്ത് നേരത്തെ എടുക്കുകയാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യണ രീതിയിൽ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണയും മറ്റും ആവശ്യമാണ്. ഇതിനാകുമ്പോൾ അത്ര ആവശ്യമില്ല. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പറഞ്ഞല്ലോ 150 ഗ്രാമാണ് ഞാൻ ബട്ടർ എടുക്കണമെന്നുള്ളത്. 100 ഗ്രാം ആയാലും മതി, അതും നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ 50 ഗ്രാം ബട്ടർ ഞാനിതിലേക്ക് ആഡ് ചെയ്യാണ്. ബട്ടറൊക്കെ ഉരുക്കി കഴിഞ്ഞതിന് ശേഷം ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. അണ്ടിപ്പരിപ്പ് നമ്മൾ ഇതിലോട്ട് അരച്ച് ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം, എങ്കിൽ മാത്രമാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഞാൻ 50 ഗ്രാമാണ് അണ്ടിപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യപ്രകാരം ഇതിലേക്ക് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കറക്റ്റായി. ഇനി ഞാൻ അത് മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഇടും. അപ്പം നമ്മളുടെ ഇത്രയും വലിയ പാത്രം ആയതുകൊണ്ടാണ് 1 പ്രാവശ്യമായിട്ട് ചിക്കൻ ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ചൂടാവണതിനനുസരിച്ച് ഇതിൽ നിന്ന് വെള്ളമൊക്കെ കിനിഞ്ഞു വരും. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് മൂടി വെക്കണം നല്ലതാണ്. മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്, പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നാലുണ്ടല്ലോ ഇതിലുണ്ടല്ലോ ഈ വെള്ളമൊക്കെ കിനിഞ്ഞ് ആകെ ഒരു ഗ്രേവി പോലെയായിട്ട് കാണും. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ ഇരുന്ന് വറ്റി ഇത് ഫ്രൈ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ആവാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലത്. ഈ മെത്തേഡ് പറ്റില്ല. ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് അടി പിടിക്കാതെ ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒത്തിരി മൊരിയാൻ പാടില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ച് വേവിക്കുന്നത്.
കണ്ടല്ലോ, ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇത് ഫ്രൈ ചെയ്ത പോലെ ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട്, എന്നാലും പുറം വശമൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യണേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ച് ബാക്കിയുള്ള ബട്ടറൊക്കെ നമ്മളതിലേക്ക് ആഡ് ചെയ്യണം. ബട്ടർ നന്നായിട്ട് ഉരുകണ സമയത്ത് നമുക്ക് അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതായത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ 1 സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് നമുക്ക് സവാളയും അതുപോലെ തന്നെ പച്ചമുളകാണ് ആഡ് ചെയ്യേണ്ടത്. ഒരു ചെറിയ സവാള വലുതാക്കി കട്ട് ചെയ്തതും 2 പച്ചമുളക് കീറിയിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് വലുതാക്കി കട്ട് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് അരച്ചെടുക്കും. അപ്പോൾ അതിനോണ്ട് നമുക്ക് അത്ര ചെറുതാക്കി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിൽ എടുത്തു വെച്ചിട്ടുള്ള മസാലകളൊക്കെ ആഡ് ചെയ്യണം. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉലുവപ്പൊടി, 1 നുള്ള് നല്ല ജീരകം, ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇട്ടിട്ട് നമ്മൾ ഇതും അത് പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത മണം വരണ വരയ്ക്കും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇപ്പോൾ ഇത് നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പകുതി തക്കാളി ആഡ് ചെയ്യാം. തക്കാളി പകുതി ഇടാനേ പാടുള്ളൂ. അത് നല്ല പഴുത്ത തക്കാളി നോക്കി വേണം ഇടാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പുളിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വേവിക്കണം. അതായത് തക്കാളിയൊക്കെ ഇതിൽ അലിഞ്ഞ് ചേരണം, അത്രമാത്രം നമ്മളിത് വേവിക്കണം. ഇത് കണ്ടല്ലോ, എണ്ണയൊക്കെ കിനിഞ്ഞ് തക്കാളിയൊക്കെ അലിഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി മാറ്റി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരി പാടില്ല കേട്ടോ, നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയ്ക്കാൻ പറ്റിയില്ല എന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അരിപ്പ് വെച്ചിട്ടൊന്ന് അരിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടെ അരയ്ക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും ഈ ഗ്രേവിയും കൂടെ നമ്മൾ അരച്ചത് ഒരു പാനിലോട്ട് മാറ്റിയിരിക്കുകയാണ്. കണ്ടല്ലോ, ഇതാണ് നമ്മൾ അരച്ചത്. ഇനിയിപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ബട്ടർ ബാക്കിയുണ്ടെങ്കിൽ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ 100 ഗ്രാം ബട്ടർ 2 പ്രാവശ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഒരു 7-8 മിനിറ്റെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളച്ചെങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റ് ആവുള്ളൂ. അതിനായിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കാനുള്ള ഒരു ചെറിയ സാധ്യത, അണ്ടിപ്പരിപ്പാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് കത്തിക്കാതെ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റിലേക്ക് കൂടുതലായി ഇളക്കി തുടങ്ങിയിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 1 സ്പൂണൊക്കെ പഞ്ചസാര ആഡ് ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം ഞാനിതിലോട്ട് നമ്മുടെ ഉലുവയുടെ ഇലയുണ്ടല്ലോ അത് ഉണക്കിയത്, അതായത് കസൂരി മേത്തി പൊടിച്ചത് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ഇന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ കണ്ടു നല്ല തിക്നെസ്സായി വന്നിട്ടുണ്ട്. ഇത്ര തിക്നെസ് വേണ്ട, നമ്മൾ ചിക്കൻ ഇട്ട് കഴിയുമ്പോഴേക്കും ഒത്തിരി കൂടെ തിക്കാവും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കാവുന്നതാണ്. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ ഗ്രേവി അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് അതും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് അടുപ്പം വെച്ച് കത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, അണ്ടിപ്പരിപ്പാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് 5 മിനിറ്റ് നേരം വേവിക്കണം. കണ്ടു, അങ്ങനെ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ മധുരവും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഒന്ന് നോക്കാം. ഞാൻ 1 സ്പൂൺ പഞ്ചസാരയ്ക്ക് പുറമെ ഒരു 1/4 സ്പൂണും കൂടെ പഞ്ചസാര ആഡ് ചെയ്തു. പഞ്ചസാര സ്വല്പം ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം അതുപോലെ തന്നെ ഉപ്പും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ആഡ് ചെയ്യാണ്. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തണുക്കണ സമയത്തുണ്ടല്ലോ, ഇത് കുറുതായി കട്ടയായി നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇപ്പം തന്നെ നമ്മൾ കട്ടയായിട്ടെടുക്കാൻ പാടില്ല, ചൂടാറുന്നതിനനുസരിച്ച് ഇത് കുറുതായി വരും. ഇനി നമുക്ക് ഇതിലോട്ട് മേലോട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അത് ഓപ്ഷനിലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ വളരെ അടിപൊളി ടേസ്റ്റ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ക്രിസ്മസ്. നന്ദി, നമസ്കാരം.